ഈ ഒരു പെണ്ണവളുടെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം അവൾ തന്നെ കേക്ക് ഉണ്ടാക്കാണ്. ശേഷം ആ കേക്ക് കൊണ്ടുവന്ന് ദേഷ്യത്തോടുകൂടി ഭർത്താവിന്റെ മുഖത്തിനിട്ട് പൊത്താണ്. സംഭവം എന്താണെന്ന് വെച്ചാല് ഇവളെന്ന് വെച്ചാൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. പോരാത്തതിന് കേക്ക് ബേക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൾക്ക് നല്ലോണം വരുമാനം കിട്ടുന്നുണ്ട്. രാവിലെ ആ ടൈമില് മക്കള് സ്കൂളിൽ പറഞ്ഞയക്കണം, ഭർത്താവിന് ഓഫീസിൽ പറഞ്ഞയക്കണം, അച്ഛന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, കേക്ക് ഉണ്ടാക്കണം. അങ്ങനെ അവള് ഫുള്ള് ബിസി ആയിരിക്കും. ഇതെല്ലാം കണ്ട അവളുടെ ഭർത്താവിനാണെന്ന് വെച്ചാൽ നല്ല ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിലും അവൻ എന്തായാലും 2 മണിക്കൂറല്ലേ, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാലോ എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കുകയാണ്. ഭർത്താവ് ഓഫീസിൽ പോകുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ഇവരെ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെ ഭയങ്കര റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അന്ന് ഇവൾക്കാന്ന് വെച്ചാൽ ഒരു കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. ആ കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ഇവളുടെ അച്ഛനും കൂടി വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് അച്ഛൻ ബ്രേക്ക് പിടിച്ചതും ഈ കേക്ക് നശിച്ചു പോവാണ്. വേറെ ഒരു വഴിയില്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ കേക്ക് സെറ്റ് ചെയ്യാണ്. കേക്ക് അങ്ങനെ ഭയങ്കര ഭംഗി വെക്കാണ്. ആദ്യത്തെ കേക്കിനേക്കാളും സൂപ്പർ ആയിട്ട് കേക്ക് കിട്ടാണ്. ഒരു മാരേജിന് വേണ്ടിയിട്ടുള്ള കേക്ക് ആയിരുന്നു അത്. ഒരു വലിയൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു ആ വെഡിങ് നടക്കുന്നത്. ഇവളും അച്ഛനും കൂടി കേക്ക് ആ കല്യാണ പെണ്ണിന്റെ കയ്യിൽ സേഫ് ആയിട്ട് എത്തിക്കുന്ന കേക്ക് നല്ല പോലെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് ഈ ഭാര്യ ഒരു കാഴ്ച കാണാണ്. അവളുടെ ഭർത്താവ് വേറൊരു പെണ്ണിന്റെ ഒപ്പം ലിഫ്റ്റിൽ കയറി പോകുന്നത്. അവൾക്ക് ആ സമയമൊന്നും തോന്നിയൊന്നുമില്ല. അവൾ ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിച്ച് നിങ്ങൾ എവിടാന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയാണ് ഞാനിപ്പോ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവാണെന്ന്. ലിഫ്റ്റിന്റെ ഉള്ളിലാണ് ഫ്ലൈറ്റ് എന്നുള്ള കാര്യം അവൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് തന്റെ ഭർത്താവ് അവളെ ചതിക്കുകയാണെന്നുള്ള കാര്യം. ദേഷ്യവും വിഷമവും സങ്കടവും എന്ത് വരുമ്പോഴും അവൾ കേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടാക്കും. അതാണ് അവളുടെ ശീലം. ഈ ദേഷ്യം തീർക്കാനായിട്ട് അവൾ ഇപ്പൊ കുക്കീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഫ്രണ്ട്സിനോടൊക്കെ ഭർത്താവിന്റെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അവൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് പറയാണ് എന്റെ ബോസിന് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഓൾറെഡി അഡ്വാൻസ് വാങ്ങി, എന്തായാലും നമുക്ക് എന്റെ ബോസിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ബോസിനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് പണ്ട് കോളേജ് ഡേയ്സിൽ ഇവളെ ലവ് ചെയ്ത ആളായിരുന്നു ഫ്രണ്ടിന്റെ ബോസ്. അതുകൊണ്ട് തന്നെ ഇവനായിട്ട് ഇനി സംസാരിച്ചിരിക്കാനൊന്നും പറ്റൂല, ഇവൻ എന്റെ ആദ്യത്തെ ലവറാണ്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് കുറെ നാളായി, എനിക്ക് അവന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്രണ്ട് നിർബന്ധിച്ച് അവൾ അങ്ങോട്ട് കൊണ്ടുപോകാണ്. ഇവളെ കാണുമ്പോൾ തന്നെ ഈ എക്സ് ലവർ ആണെന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഇവൾ അകറ്റി നിർത്താണ്. പിന്നീട് അവളുടെ കൂട്ടുകാരിക്കാണെന്ന് വെച്ചാൽ എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ ഒറ്റ കിട്ടുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് വൈൻ കുടിച്ചതും അവർ രണ്ടുപേരും കിക്കായിട്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. അവർ നല്ല പോലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്ന് വൈനൊക്കെ കുടിക്കുന്നുണ്ട്. അവൾ അങ്ങനെ വൈന് കുടിച്ചു ഭയങ്കരമായിട്ട് ഓവർ ആവാണ്. അവൾക്ക് അവളുടെ മൈൻഡ് തന്നെ നഷ്ടപ്പെടാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് കാറി പോകുന്ന സമയം അവൾക്ക് അത്ര ബോധമൊന്നുമില്ല, അവൾക്ക് കുറച്ചെന്തോ ബോധമൊക്കെ ഉണ്ട്. അവളാന്ന് വെച്ചാൽ എക്സ് ബോയ് ഫ്രണ്ട് ആയ ആൻഡ്രോനോട് അവളുടെ ഭർത്താവ് അവളെ ചതിക്കുകയാണെന്നും അവനക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയാണ്. അത് കേട്ട് ആൻഡ്രോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അറിയാലോ സമാധാനം തലോടലാവുന്നു, ഉമ്മകളാവുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ആണെന്ന് വെച്ചാല് അവന്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് എന്തോ ഒക്കെ സംഭവിച്ചു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴെന്ന് വെച്ചാൽ അവളുടെ ഡ്രസ്സ് എല്ലാം അഴിഞ്ഞിരിക്കുന്നു. ഇവൾ ആൻഡ്രോന്റെ ഒപ്പം കിടക്കുന്നതും കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയാന്ന് വെച്ചാൽ ബോധമില്ലാണ്ടല്ലേ ഇതൊക്കെ ചെയ്തേ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം വരുന്നുണ്ട്. തന്റെ ഭർത്താവ് എത്രത്തോളം ചതിയനാണെങ്കിൽ പോലും അതുപോലത്തെ ഒരു ചതി തന്നെ ഞാനും ചെയ്യാൻ പാടില്ലല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് തന്റെ ഡ്രസ്സ് എല്ലാം പറക്കിയെടുത്ത് അവൾ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നുണ്ട്. ആരും അവളെ കാണാതിരിക്കാൻ വേണ്ടി അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയി അവൾക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നാണ്. അവളുടെ ഫ്രണ്ടിനോട് നടന്ന കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നിന്റെ ഭർത്താവ് എന്തായാലും നിന്നെ ചതിക്കല്ലേ, അപ്പൊ പിന്നെ നീ ചെയ്തതിൽ എന്താ നിനക്ക് തെറ്റ് തോന്നുന്നേ, അതൊന്നും കുഴപ്പമില്ലാന്ന് ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കുറ്റബോധം സഹിക്കാനേ പറ്റുന്നില്ല. അവൾ എന്തായാലും അവളുടെ ഭർത്താവിനോട് ഇതെല്ലാം തുറന്നു പറയണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ അവനാന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത പോലെ സ്നേഹത്തോടു കൂടി നീ എന്നെല്ലാം വിളിച്ചിട്ടാണ് വരുന്നത്. അവൾ വേഗം തന്നെ അവളുടെ ഫ്രണ്ടിനെ പുറത്താക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഞാൻ ഇന്നലെ നിനക്ക് വിളിച്ചപ്പോ നീ എവിടായിരുന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. പൊട്ടത്തി അങ്ങനൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂലേ എന്തോ അവള് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഭർത്താവ് പറയാണ് ശരിയാ, ഞാൻ നിന്നോട് ഒരു നുണ പറഞ്ഞു, നീ വിളിക്കുന്ന സമയം ഞാനൊരു പെണ്ണിന്റെ ഒപ്പമായിരുന്നു, അതാ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ്, അവളായിട്ട് ഞാൻ സംസാരിച്ച് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇത്തിരി ഡിസ്കൗണ്ടിലൊക്കെ അവളോട് സംസാരിച്ച് ശരിയാക്കിയോണ്ട് എനിക്ക് കിട്ടി എന്ന് പറയാണ്. അത് കേട്ട ഭാര്യയാണെന്ന് വെച്ചാൽ തന്റെ ഭർത്താവ് ഇപ്പൊ തന്നെ ചതിച്ചിട്ടില്ലേ എന്ന് വിചാരിച്ച് കുറ്റബോധം വീണ്ടും കൂടാണ്. ഭർത്താവിനോട് എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് അവള് അകത്തേക്ക് വിളിച്ച് കയറ്റിയത്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞോടുകൂടി ഭർത്താവിനോട് ഇത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവള് എനിക്കൊന്നും പറയാനില്ല, ഇന്നത്തെ പാർട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നത്, നമ്മളുടെ രണ്ടുപേരുടെയും ആനിവേഴ്സറി അല്ലേ, അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വന്നേന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ അവളെ കാണാണ്ടിരുന്ന ആൻഡ്രോ ആണെന്ന് വെച്ചാൽ അവൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അവളാന്ന് വെച്ചാൽ പറയാണ് ഇന്നലെ നടന്നതൊക്കെ ഞാൻ ഒരു ലക്കും ലിമാനും ഇല്ലാണ്ട് ചെയ്തതാ, എനിക്ക് സത്യമായിട്ട് ഇതിലൊരു പങ്കുമില്ല, നിന്നോട് ഒരു ഇഷ്ടമില്ല, ഇനി മുതൽ അത് വിട്ടേക്ക്, ഇന്നലെ നടന്നത് ഒരു ബാഡ് സ്വപ്നമാണെന്ന് വിചാരിച്ച് മറന്നു കളഞ്ഞേക്കാനൊക്കെ പറയാണ്. എന്നാ അവൻ പറയാണ് അതൊക്കെ മറന്നു കളയാ, പക്ഷെ എന്റെ കേക്കിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ, എന്റെ അമ്മക്ക് എനിക്കത് ഗിഫ്റ്റ് കൊടുക്കേണ്ടതാണ്, എനിക്ക് കേക്ക് തരില്ലേ നാളെ
നാളെ തന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. അവളും കേക്ക് തരാമെന്ന് സമ്മതിക്കുകയാണ്. ഇപ്പൊ ഭർത്താവ് അവളെ ചതിച്ചിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ടെൻഷനായിട്ട് ഫ്രണ്ടിനോട് ഇതൊക്കെ പറഞ്ഞ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയം അവൾ പറയാണ്, എന്തായാലും ശരി, എന്ത് വന്നാലും ശരി, ഞാൻ എന്റെ ഭർത്താവിനോട് അവൻ വരുമ്പോ തന്നെ എല്ലാം തുറന്നു പറയൂന്ന് പറയാണ്. എന്നിട്ട് അവള് വീണ്ടും തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാലോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവനോട് പോയി പറയാം അവന്റെ ഓഫീസിലേക്ക് എന്നും പറഞ്ഞ് അവള് ചെരുപ്പിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ഈ ഫ്രണ്ട് അവളെ തടഞ്ഞുകൊണ്ട്, നീ ഒന്ന് സമാധാനായിട്ട് ഇരിക്കും, ഇതൊക്കെ അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവാനാന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അതൊന്നും തുറന്നു പറയണ്ട, നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. ഇപ്പൊ എന്തായാലും നീ ആനിവേഴ്സറിയുടെ കേക്ക് ഉണ്ടാക്ക്, പിന്നെ നിന്റെ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിന്റെ അമ്മക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കണ്ടേ, അതൊക്കെ ചെയ്യുമെന്ന് പറയാണ്. എന്നാൽ അവള് എൻ്റെ കയ്യിൽ ബെറീസ് ഒന്നുമില്ല, അവനക്ക് എനിക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അവൻ എൻ്റെ ബോസാടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, ഞാൻ പോയി ബെറീസ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഫ്രണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പാർട്ടി ടൈമാണ്. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സന്തോഷത്തോടുകൂടി എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ അവളാന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിമിഷമായപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് അവിടെ നിന്ന് എവിടേക്കോ മാറി നിൽക്കുന്നുണ്ട്. ഫ്രണ്ടാന്ന് വെച്ചാൽ ബെറീസ് എല്ലാം വാങ്ങി വരുന്ന സമയം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനായിട്ട് ഹസ്ബൻഡ് ആന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവര് തമ്മിൽ മറ്റു ബന്ധമുണ്ട്. ഇത് കണ്ട ഫ്രണ്ടാന്ന് വെച്ചാൽ ബുദ്ധിക്ക് കളിക്കുകയാണ്. അവള് വേഗം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ഭാര്യക്ക് കൊണ്ടുപോയി കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഭാര്യ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ, അവള് കേക്കൊക്കെ ഉണ്ടാക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങിയതിന് ശേഷം ഭർത്താവിന് കേക്കും കൊണ്ട് വന്നിട്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട സീന്. ഭർത്താവിന്റെ മുഖത്തിനിട്ട് പൊത്താണ്. കാരണം എന്താന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അവള് ഭർത്താവിന്റെ അവിഹിതം കൈയോടെ പൊക്കി. ഭർത്താവിനാണെന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത പോലെ നിൽക്കാണ്. ആ ഒരു സമയം അറിയിച്ചു കൊടുക്കാനായിട്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ അമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് എന്ന് വെച്ചാൽ ഭർത്താവിന്റെ കാമുകിയുടെ മുഖത്തും പൊത്താണ്. അപ്പൊ അവനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട്, എന്നാൽ ഞാൻ അവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പാർട്ടി ക്യാൻസലായി. എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഫ്രണ്ടിനോട് ആ പെണ്ണെന്ന് വെച്ചാൽ പറയാണ്, ഇപ്പൊ എല്ലാം ശരിയായി, ഇനി ആരും എൻ്റെ ജീവിതത്തിൽ വേണ്ട, ഞാൻ കേക്ക് ഉണ്ടാക്കി സൂപ്പറായിട്ട് ജീവിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും, അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റും, ഒരാളുടെ ആവശ്യമില്ല, എൻ്റെ മോളെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടെന്നൊക്കെ പറയാണ്. എന്നിട്ട് ഈ ഭാര്യ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവൻ മാത്രമല്ലല്ലോ എന്നെ ചതിച്ചേ, ഞാൻ അവനെ ചതിച്ചുകൊണ്ടിരിക്കല്ലേ വേറൊരു ആണിനെ കൊണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടാണ് അവളുടെ മകള് ജൂലിയ അവിടേക്ക് വരുന്നത്. ജൂലിയ അപ്പൊ തന്നെ കരഞ്ഞുകൊണ്ട്, നിങ്ങപ്പ എൻ്റെ അച്ഛനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഞാൻ നിങ്ങളൊപ്പം ജീവിക്കുന്നില്ല, എൻ്റെ അച്ഛൻ്റെ ഒപ്പം ജീവിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് അവൾ ഓടിപ്പോകാണ്. പിന്നാലെ ജൂലിയാന്ന് വിളിച്ചോണ്ട് ഈ പെണ്ണ് ഓടുന്നുണ്ടെങ്കിലും മകള് നിൽക്കുന്നേ ഇല്ല. അവൾ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. ഇനിയിപ്പോ എന്ത് പറ്റാനാ, അച്ഛൻ്റെ സ്വഭാവം ഇതല്ലേ, വൈകാതെ തന്നെ തിരിച്ചു വന്നോളായിരിക്കും അല്ലേ. അങ്ങനെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ മീനിങ് എന്താ, നമ്മ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട സന്തോഷമെങ്കിലും കിട്ടും. സോ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നിർത്തിയിട്ട് നമുക്ക് വേണ്ടി നമുക്ക് കഷ്ടപ്പെടാൻ നോക്കാം. ഈ ഉപദേശിക്കുന്ന ഞാൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റില്ലേ, അത് പ്രാവർത്തികമാക്കാനാണ് സംഭവം ടഫ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോവാം.